ഇന്നലെ രാത്രി കോട്ടയത്ത് കനത്ത മഴയായിരുന്നു. ഒപ്പം എറണാകുളത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ടുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ മഴയുടെ സാഹചര്യം എന്താണ് ഇതൊക്കെ പറയാൻ കൊച്ചിയിൽ നിന്ന് സ്നേഹമോൾ നൈനാനും ഒപ്പം കോട്ടയത്ത് നിന്ന് ഷിനോജ് ജസ്റ്റിയിലും ആണ് ചേരുന്നത്. ആദ്യം ഷിനോജിലേക്കാണ് പോകുന്നത്. ഷിനോജ്, അവിടെ രാത്രിയിൽ കനത്ത മഴയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ തന്നെ ഈ പാലാ, ഈരാറ്റുപേട്ട തുടങ്ങിയ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നു. അവിടുത്തെ വെള്ളം ഇറങ്ങി തുടങ്ങിയോ? ഇപ്പോൾ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ഏതെങ്കിലും മേഖലയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോഴും മഴ തുടരുകയാണോ ഷിനോജ്? മുഴുവൻ കനത്ത മഴയായിരുന്നു ഇന്നലെ രാത്രി കോട്ടയത്ത് പെയ്തത്. കിഴക്കൻ മേഖലയെന്നോ പടിഞ്ഞാറൻ മേഖലയെന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും തന്നെ അതിശക്തമായ രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലയോര മേഖലകളായിട്ടുള്ള പാലാ, ഈരാറ്റുപേട്ട, തീക്കോയ് ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായ മഴ എന്ന് തന്നെ പറയേണ്ടി വരും. പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഈ കോട്ടയം നഗരമേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറി പലതരത്തിൽ വെള്ളക്കെട്ടും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. വെള്ളക്കെട്ട് ഏറ്റവും കൂടുതൽ നിലവിൽ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് ഈ കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖല, ഒപ്പം തന്നെ ഈ കോട്ടയം നഗരത്തിൻ്റെ പ്രദേശങ്ങളുമാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാലായിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ ഉണ്ടായിരുന്ന വെള്ളം അത് സ്വാഭാവികമായും ഇറങ്ങി ഈ കോട്ടയത്തിൻ്റെ നഗരമേഖലകളിലൊക്കെ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതിനാണ് ഇത്തരത്തിൽ ഈ കോട്ടയത്തിൻ്റെ നഗരമേഖലകളിൽ ഈ വെള്ളക്കെട്ട് ഇപ്പോൾ രൂക്ഷമായി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. വിജയപുരം പഞ്ചായത്തിലെ പലയിടങ്ങളിലുമൊക്കെ തന്നെ ഇപ്പോഴും ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം, റെസ്ക്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആളുകളെ പലയിടങ്ങളിലേക്കും സുരക്ഷിതമായ ഇടങ്ങളിലേക്കും ക്യാമ്പുകളിലേക്കും ഒക്കെ തന്നെ മാറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ പകലിലും ഈ സമയത്തുമൊക്കെ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് ഫയർഫോഴ്സുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ തന്നെ പാലായിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ തന്നെ വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഈ ശക്തമായ മഴ നിന്ന സമയത്ത് പാലാ കൊട്ടാരമറ്റ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം പാലാ മൂന്നാനി ഭാഗത്ത്, മുത്തോലി ഭാഗത്ത് ഈ രണ്ടിടങ്ങളിലും വെള്ളമുണ്ട് എന്നാണ് നമുക്ക് അവിടെയുള്ള നാട്ടുകാരുമായി സംസാരിക്കുമ്പോഴൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പടിഞ്ഞാറൻ മേഖലയിൽ സ്വാഭാവികമായും ഈ വെള്ളം ഇന്നലെയൊക്കെ തന്നെ വന്ന വെള്ളം ഇതുവരെ ഇറങ്ങിപ്പോയിട്ടില്ല. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും വെള്ളം ഉണ്ട്. അതൊക്കെ തന്നെ ജനങ്ങളെയൊക്കെ സംബന്ധിച്ച് ദുരിതമായി മാറുന്ന കാര്യമാണ്. എന്തായാലും ഈ മഴ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അതേസമയം മാറ്റമുണ്ടാകില്ല. മറ്റ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും മഴ നിലവിലിപ്പോൾ കോട്ടയം നഗരത്തിൽ ചെറിയൊരു ചാറ്റൽ മഴ മാത്രമാണ് ഉള്ളതെങ്കിൽ പോലും മലയോര മേഖലയിൽ തീക്കോയ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും മഴയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അതാണ് കോട്ടയത്തെ സാഹചര്യം. നിലവിൽ കാര്യമായിട്ടുള്ള മഴയില്ല. പക്ഷേ മഴക്കെടുതിയുടെ കാര്യത്തിൽ ഒരു കുറവുമില്ല. അങ്ങോളം ഇങ്ങോളം തെക്കെന്നോ വടക്കെന്നോ പടിഞ്ഞാറെന്നോ ഒരു മാറ്റവും ഇല്ലാതെ മഴയും മഴക്കെടുതിയും ആ രീതിയിൽ തുടരുന്നു. ഇനി നമ്മൾ പോകുന്നത് സ്നേഹമോൾ നൈനാനിലേക്കാണ്. സ്നേഹ, ഈ പറഞ്ഞ പോലെ എറണാകുളത്തിൻ്റെ പല മേഖലകളിൽ നോക്കുകയാണെങ്കിൽ ഈ മണ്ണിടിഞ്ഞ് ഈ വീടുകൾ തകരുന്ന സാഹചര്യം, മരങ്ങൾ വീണ് അത്തരത്തിലുള്ള മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കേട്ടത് ഏറ്റവും കൂടുതൽ അതൊരു പക്ഷേ എറണാകുളത്ത് നിന്നായിരുന്നു. ഇപ്പോൾ മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? വെള്ളക്കെട്ട് രൂപപ്പെട്ട ഇടങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയോ? ജനങ്ങളുടെ ആശങ്ക അത് ഒഴിയുന്ന സാഹചര്യമാണോ? നിലവിൽ മഴയുണ്ടോ? ഉമൈബാൻ, നിലവിൽ നേരിയ മഴയാണ് ജില്ലയിലുള്ളത്. പക്ഷേ ഇന്നലെ രാത്രി ഒരു 8:30 കൂടി തന്നെ ഇടവിട്ട് ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് പുറമെ, നേരിയ മഴയ്ക്ക് പുറമെ ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഇന്നലെ തന്നെ ഒട്ടും തന്നെ മഴയില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഈ എറണാകുളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലാണ് പ്രധാനമായും വെള്ളം കയറി തുടങ്ങിയിരുന്നത്. പക്ഷേ ഇന്നലെ മഴയില്ലാത്തത് കൊണ്ട് തന്നെ ഏറെക്കുറെ വെള്ളം ഇറങ്ങി തുടങ്ങിയിരുന്നു. പ്രധാനമായും ഇലാഹിയ നഗർ, മൂവാറ്റുപുഴയിലെ ഇലാഹിയ നഗർ, കൊച്ചങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വെള്ളം കയറിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി തന്നെ വെള്ളം ഇറങ്ങിയിരുന്നു. പക്ഷേ ഇന്നലെ പെയ്ത മഴയിൽ വീണ്ടും നേരിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് ഉള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കോതമംഗലത്തൊക്കെ കഴിഞ്ഞ ദിവസം, അതായത് കോതമംഗലത്ത് ബ്ലാവത്ത് കടവിൽ ജങ്കാ സർവീസ് തടസ്സപ്പെട്ട് നിരവധി ആദിവാസി ഊരുകൾ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. പൂയംകുട്ടി പുഴ കരകവിഞ്ഞൊഴുകിയിരുന്നു. മണികണ്ഠഞ്ചാൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ അതൊക്കെ ഒരു മാറിയ ഒരു സാഹചര്യമായിരുന്നു. വെള്ളക്കെട്ടൊക്കെ പൂർണ്ണമായും മാറിയ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കോതമംഗലത്ത്, അതായത് എറണാകുളം ജില്ലയിലെ മലയോര മേഖലകളിൽ അത്ര വലിയ മഴ ലഭിച്ചിട്ടില്ല എന്നാണ് അവിടുത്തെ പ്രദേശവാസികളുമായൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ താഴ്ന്ന പ്രദേശം, അതായത് തീരദേശ മേഖലയായ ഈ ചെല്ലാനത്തൊക്കെ കഴിഞ്ഞ ദിവസം കടൽക്ഷോഭവും വേലിയേറ്റവും ഒക്കെ തന്നെ രൂക്ഷമായിരുന്നു. ഇപ്പോൾ കടൽക്ഷോഭവും വേലിയേറ്റവും ഇല്ല. പക്ഷേ ഒരു 11 മണിയോട് കൂടി തന്നെ
അത്തരത്തിൽ ഒരു കടൽക്ഷോഭത്തിലേക്കൊക്കെ പോകും എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല ആലുവ ശിവക്ഷേത്രം കഴിഞ്ഞ ദിവസം പൂർണ്ണമായും മുങ്ങുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്നലെ മഴ മാറിയതുകൊണ്ട് ഒരു 80% വെള്ളം ഇറങ്ങിയിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ വീണ്ടും വെള്ളം ഉയർന്നിരിക്കുകയാണ്. പക്ഷേ നഗരത്തിൽ എവിടെയും വെള്ളക്കെട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം MG റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു, നേരിയ തോതിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നഗരത്തിൽ വെള്ളക്കെട്ടില്ല. ജില്ലയിൽ ആകമാനം ഒരു 7 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുടങ്ങിയിട്ടുള്ളത്. മൂവാറ്റുപുഴയിൽ 4, അതോടൊപ്പം തന്നെ കോതമംഗലത്ത് 2, കുന്നത്തുനാട് 1, അങ്ങനെ 7 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ തുടങ്ങിയിട്ടുള്ളത്. ഇനി ആവശ്യമായ ഘട്ടത്തിൽ കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങും എന്നത് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. നിലവിൽ നേരിയ മഴയാണുള്ളത്. ഇനി തുടർന്ന് മഴ ശക്തമാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും ശക്തമായ കാറ്റും എറണാകുളം ജില്ലയിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലയിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഉമേബ.